ഒരു ദിവസം കൊണ്ട് ഈ കോഡൂർ പഞ്ചായത്തിലെ ഈ വില്ലേജിലുള്ള ഒരു വ്യക്തി ഒരു ദിവസം കൊണ്ട് നാഷണൽ ലെവലിൽ അറിയപ്പെടുകയാണ്. ഇന്ന് ന്യൂനത ഡിസൈനുകൾ അതാണ്. 2016 എനിക്ക് ഈ ഡിസൈനിന് കേന്ദ്ര ഗവൺമെൻറ് ഏറ്റവും ബെസ്റ്റ് ഡിസൈനറിനുള്ള അംഗീകാരം കൂടി തരുന്നത്. കുട്ടികളെ ഈ സ്ഥാപനത്തിൻ്റെ നടത്തിപ്പേര് HOD, ഇതിൻ്റെ പ്രിൻസിപ്പൾ, മറ്റ് എല്ലാവർക്കും വളരെ മഹനീയമായ ഒരു സദസ്സിലാണ് നമ്മളിരിക്കുന്നത്. നാളെ വേൾഡ് ഡിസേബിൾഡ് ഡേ ആണ്. അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളൊക്കെ ഇത്തരം സ്ഥാപനങ്ങളിലേക്ക് ക്ഷണിച്ചിട്ട് ഞങ്ങളെ ജീവിതാനുഭവം പങ്കുവെക്കാൻ കാണിച്ച ഈ സ്ഥാപനത്തിനോട് ആദ്യമായി ഞാൻ നന്ദി പറയാണ്. കൊറോണ സമയമാണ്, അതിൻ്റെ ഉള്ളിൽ ഒരു ജീവിതാനുഭവം മുഴുവൻ പറഞ്ഞു തീർക്കാനില്ല. കഴിഞ്ഞ 31 വർഷമായിട്ടുള്ള ഒരു ജീവിതാനുഭവം ഉണ്ട്. ചുരുക്കി ചില കാര്യങ്ങൾ പറയാം. ഞാൻ ഈ പറയാൻ കാരണം ഈ സ്ഥാപനത്തിൽ ഇരുന്നത് പറയുമ്പോൾ എൻ്റെ മുന്നിലിരിക്കുന്ന വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട കാര്യം എന്തറിയോ? ജീവിതത്തിൽ ചെറിയൊരു വൈകല്യം, ചെറിയ കയ്യിനൊരു ഫ്രാക്ചർ, അല്ലെങ്കിൽ ചെറിയൊരു പനി, ചെറിയൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ ജീവിതം മൊത്തം പോയി എന്നുള്ള ഒരു കാഴ്ചപ്പാട്, ആ ഒരു കാഴ്ചപ്പാടിൽ മാറി നിൽക്കേണ്ട സമയമാണ് ഞങ്ങളൊക്കെ കണ്ട് നിങ്ങൾ പഠിക്കേണ്ടത്. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ എത്തി നിൽക്കുന്നത് ജീവിതത്തിൻ്റെ ടേണിംഗ് പോയിന്റിലാണ്. ഈ ഒരു സുപരിചിത നല്ലൊരു നിമിഷത്തിന് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് വേണ്ടത്. കഴിഞ്ഞ 1994 മാർച്ച് 27 നൂറാടി പാലത്തിൻ്റെ അവിടെ വെച്ചിട്ടൊരു റോഡ് അപകടത്തിൽ, ഓട്ടോറിക്ഷയിലെ അപകടത്തിൽ ഇവിടെ നെട്ടല് പൊട്ടുകയും അടിയന്തര ശസ്ത്രക്രിയക്കായി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. മെഡിക്കൽ കോളേജിൽ അത്രയും വലിയ ശസ്ത്രക്രിയ ആ കാലഘട്ടത്തിൽ ചെയ്യാത്തതുകൊണ്ട് ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തനായ ഓർത്തോ ഡോക്ടർ മണിപ്പാലിലേക്ക് അയക്കുകയാണ് ചെയ്തത്. മണിപ്പാലിൽ വെച്ചിട്ടൊരു ശസ്ത്രക്രിയ ചെയ്തു. ശസ്ത്രക്രിയക്ക് ശേഷം ആധുനിക വൈദ്യശാസ്ത്രം എൻ്റെ അടുത്ത് പറഞ്ഞത് പെർമനന്റ് ഡിസേബിലിറ്റി 95 അൺഫിറ്റ് എന്ന 95% പൂർണ്ണ വൈകല്യം. പരസഹായത്തോടു കൂടി വീൽ ചെയറിലിരുത്താം, പരസഹായത്തോട് 2 മണിക്കൂർ കൂടുമ്പോൾ ബെഡിൽ തിരിച്ച് മറിച്ച് കിടത്താം, അല്ലെങ്കിൽ ശരീരം പൊട്ടിമുറിയാവും. ഇന്നും എൻ്റെ ശരീരത്തിൻ്റെ അവസ്ഥ അതാണ്. 95%-ന്ന് 1% പോലും എനിക്ക് പ്രോഗ്രസ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. വലിയൊരു കുടുംബത്തിൻ്റെ അത്താണിയായിരുന്നു ഞാൻ. എൻ്റെ വാപ്പ, ഉമ്മ, എൻ്റെ ഭാര്യ, മകൻ അന്ന് 3 വയസ്സാണ്. ഈ കുടുംബത്തിനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം എന്നിലായിരുന്നു. ഒരു ആംബുലൻസിൽ ഒരു സ്ട്രെച്ചറിൽ വീട്ടിൽ കൊടുന്ന് കിടത്തി. അന്ന് ഇന്നത്തെ പോലെ ഫേസ്ബുക്കോ ഇൻ്റർനെറ്റോ വാട്സപ്പോ ഒന്നും ഇല്ലാത്ത കാലമാണ്. ഒരു ലാൻഡ് ഫോൺ പോലും ഇല്ല. ഡെയിലി സന്ദർശിച്ച സുഹൃത്തുക്കൾ ഒന്നിടവിട്ടായി, അതൊരാഴ്ചയിലായി, ഒരു മാസത്തിലായി, പിന്നെ ആരും വരാതായി. 4 ചുമരുക്കുള്ളിൽ മാത്രം എൻ്റെ ജീവിതം ഒതുങ്ങിക്കൂടി. 1.5 വർഷം ഞാൻ അങ്ങനെ കഴിച്ചുകൂട്ടി. അതിനുശേഷം എൻ്റെ കയ്യിലുള്ള ആകെ മുതൽക്കൂട്ട് എന്താ വെച്ചാൽ കുറച്ച് മെക്കാനിക് അനുഭവം ഉണ്ടായിരുന്നു എനിക്ക്. ഞാൻ ചെറുപ്പത്തെ വാഹനത്തിന് ഇഷ്ടപ്പെട്ടിരുന്ന ആളായിരുന്നു. എനിക്ക് മെക്കാനിക് അനുഭവം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ അനുഭവം വെച്ചുകൊണ്ട് നമ്മൾക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളതിനെ പറ്റി ആലോചിച്ചപ്പോൾ ആ കാലഘട്ടത്തിൽ ഞാൻ ഒരു 4 വർഷം വിദേശത്ത് ജോലി ചെയ്തിരുന്നു. വിദേശത്ത് ഇത്തരം അപകടം പറ്റിയ ആളുകൾ ഹാൻഡ് കൺട്രോൾ കാർ ഓടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് ഡിസൈൻ ചെയ്ത കാറുകളായിരുന്നു. അത് എങ്ങനെ ഇവിടെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതിനെ പറ്റി ഞാൻ ആലോചിച്ചിട്ട് അത് പുറത്തു പോകണമല്ലോ, പുറത്തു പോകാൻ വേണ്ടി ഞാൻ ഒരു സ്കൂട്ടർ അറേഞ്ച് ചെയ്തു. ഈ സ്കൂട്ടറിലുള്ള യാത്ര കൂടെ ഈ കാര്യങ്ങൾ പഠിച്ച് ഓരോ വർക്ക്ഷോപ്പുകൾ സമീപിച്ചു, പല ഡിസൈന് മുന്നോട്ട് വെച്ചു, പല ഡിസൈനിൽ ഞാൻ ഇങ്ങനെ കാണിച്ചു കൊടുത്ത് ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് കൊടുത്തു. 1997 ഞാൻ ഒരു മാരുതി കാറിൽ ആദ്യത്തെ ഹാൻഡ് കൺട്രോൾ ഡിസൈൻ തുടങ്ങുകയാണ്. 1999 ജനുവരി 1 വെള്ളിയാഴ്ച ദിവസം എൻ്റെ ആദ്യത്തെ ഹാൻഡ് കൺട്രോൾ കാർ വിജയകരമായി പൂർത്തിയായി. ഈ കാർ വെച്ചിട്ട് ഈ പൂക്കോട്ടൂർ വരെ ഞാൻ കാർ ഓടിച്ചു. തിരിച്ച് എൻ്റെ വീട്ടിൽ വന്നു. ആ കാലത്തിൽ എൻ്റെ സുഹൃത്തുക്കളോടൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു കാർ ഡിസൈൻ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ ആർക്കും വിശ്വസിക്കാൻ കഴിയില്ലായിരുന്നു. പക്ഷേ ഈ കാറ് ലൈവായിട്ട് അവർ കണ്ടപ്പോൾ അവരെ ജീവിതത്തിൽ അത്ഭുതപ്പെടുത്തിയത്. അങ്ങനെ ആദ്യം തന്നെ എൻ്റെ ഒരു പേപ്പറിൽ വരികയാണ്, കാലില്ലെങ്കിലും കാർ ഓടിക്കുന്നു പറഞ്ഞിട്ട് ചന്ദ്രിക പേപ്പറിൽ ആദ്യം എൻ്റെ റിപ്പോർട്ട് വന്നു. പിന്നീട് വന്നത് മാതൃഭൂമിയിലെ മരണക്കിടക്കയിൽ നിന്ന് ഡ്രൈവിംഗ് സീറ്റിലേക്ക്, സത്യത്തിൽ മരണക്കിടക്കയിൽ നിന്ന് ഡ്രൈവിംഗ് സീറ്റിലേക്ക് എഴുന്നത്. അപ്പം ഞാൻ മനസ്സിലാക്കിയത് ഞാൻ മാത്രമുള്ള സമൂഹത്തിൽ ഇങ്ങനെ വളരെ കുറഞ്ഞ ആളുകളെ ഉണ്ടാവുള്ളൂ എന്നാണ്. ഈ റിപ്പോർട്ട് വന്നതോട് കൂടിയിട്ട് എൻ്റെ മാതിരി പ്രയാസം അനുഭവിക്കുന്ന ധാരാളം ആളുകൾ
എന്നെ സമീപിക്കാനും എനിക്ക് അന്ന് കത്തിലൂടെ ഓരോ ഇൻഫർമേഷൻ, സുഹൃത്തെ ഞാനും ഇങ്ങനെ അപകടം പറ്റി കിടക്കുന്ന ആളാണ്, ഇങ്ങനെ ഞാൻ ഇത്ര വർഷമായിട്ട് മരത്തുമെന്ന് വീണിട്ട്, തെങ്ങിന്ന് വീണിട്ട്, ബിൽഡിങ്ങിന്ന് വീണിട്ട്, വിദേശത്ത് വെച്ച് അപകടം പറ്റിയിട്ട് കിടക്കുന്നുണ്ട്. അപ്പം അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത്രത്തോളം ആളുകൾ ഇങ്ങനെ പ്രയാസം അനുഭവിക്കുന്നു. ഏതൊരു വ്യക്തിക്ക് എത്ര ടാലൻ്റ് ഉണ്ടായിട്ടും കാര്യമില്ല, ആ വ്യക്തിൻ്റെ മൊബിലിറ്റി റെസ്ട്രിക്റ്റഡ് ആയി കഴിഞ്ഞാൽ അത് ഈ കാലഘട്ടത്തിൽ ജീവിക്കാൻ കഴിയില്ല. അവൻ എത്ര ടാലൻ്റ് ഉണ്ടെങ്കിലും അവന് ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് എത്തിപ്പെടാൻ കഴിയില്ല. എനിക്ക് ആദ്യം കിട്ടിയൊരു വിജയം അതാണ്. സ്വന്തമായിട്ട് വീൽ ചെയറിന് കാറ് കയറിയിട്ട് നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് പോകാമെന്നുള്ളതാണ്. ആ ഇടക്കാണ് എനിക്ക് 2001 നാഷണൽ ടെക്നോളജി ഡെമോൺസ്ട്രേഷൻ്റെ ക്ഷണം ഡൽഹിക്ക് കിട്ടിയത്. 2001 അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഇന്ത്യയിൽ നിന്ന് 13 പേരെ ഭിന്നശേഷിക്കാരെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അതിൽ സൗത്ത് ഇന്ത്യയിൽ നിന്നുള്ള ഏക വ്യക്തിയാണ് നിങ്ങൾ ഈ 2021 ഒക്ടോബറിൽ ഡൽഹിയിൽ വന്നിട്ട് ഈ വാഹനം ഡെമോൺസ്ട്രേഷൻ ചെയ്യണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരോട് പറഞ്ഞു എങ്ങനെ പോകാം ഡൽഹിക്ക്. അപ്പോൾ കൂട്ടുകാർ പറഞ്ഞു നമുക്ക് ഫ്ലൈറ്റിന് പോകാം, ട്രെയിനിന് പോകാം. അപ്പോൾ ഞാൻ തന്നെ അവരോട് പറഞ്ഞു നമ്മൾ കാർ ഓട്ടി പോകാം, ഞാൻ കാർ ഓടിക്കും, നിങ്ങൾ എൻ്റെ കൂടെ വന്നാൽ മതി പറഞ്ഞു. അങ്ങനെ അന്ന് 2000 മോഡൽ മാരുതി കാറാണെന്ന്. അന്ന് പവർ സ്റ്റാരിങ് ഒന്നും ഇല്ലാത്തൊരു മാനുവൽ കാറിലായിരുന്നു ഞാൻ ആൾട്രേഷൻ ചെയ്തിട്ടുണ്ട്. ഈ കാർ ഓടിച്ച് ഡൽഹിക്ക് പോവുകയാണ്. ഒക്ടോബർ 16-ാം തീയതി എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ യാത്ര ചെയ്യാണ്. ആദ്യത്തെ ദിവസം ഞാൻ കർണാടകയിൽ പോയിട്ട് സ്റ്റേ ചെയ്തു. 2-ാമത്തെ ദിവസം മഹാരാഷ്ട്രയിൽ പോയിട്ട് സ്റ്റേ ചെയ്തു. 3-ാമത്തെ ദിവസം ലോകാത്ഭുതങ്ങളായ രാജസ്ഥാനിലെ താജ്മഹലിലാണ് പോയി നിന്നത്. താജ്മഹൽ ഈ ഒരു അവസ്ഥയിൽ പോയിട്ട് ഞാൻ കണ്ട വ്യക്തിയാണ് ഞാൻ വീൽ ചെയറിൽ. 4-ാമത്തെ ദിവസം അടുത്ത സ്റ്റേറ്റായ ഡൽഹിക്ക് പോകുന്നു. ഡൽഹിയിൽ പോയിട്ട് ഒക്ടോബർ 20-ാം തീയതി ഡൽഹിയിലെത്തുന്നു. 21-ാം തീയതി ഡെമോൺസ്ട്രേഷന് വേണ്ടിയിട്ട് സാമൂഹ്യനീതി വകുപ്പിൻ്റെ ഓഫീസിൽ പോവുകയാണ്. അപ്പോൾ വേറെ ഒരു കാലം നഷ്ടപ്പെട്ട ഒരാളൊരു കാറായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്, രാജസ്ഥാനിൽ നിന്ന് അടുത്ത സ്റ്റേറ്റിൽ നിന്ന് വന്നത്. പിന്നെ മറ്റു ഓരോ കണ്ടുപിടുത്തങ്ങൾ നടത്തിയാണ്. കൈയില്ലാത്ത ആളുകൾക്ക്, കാലില്ലാത്ത ആളുകൾക്കൊക്കെ ആർട്ടിഫിഷ്യലായിട്ടുള്ള ഓരോ കണ്ടുപിടുത്തം നടത്തിയാണ്. ഈ ഒരു അവസരത്തിലാണ് വീൽ ചെയർ കാരിയറിൻ്റെ മുകളിൽ വെച്ച് കെട്ടിയിട്ട് കേരളത്തിൽ നിന്ന് കാർ ഓടിച്ചിട്ട് അവിടെ ചെല്ലുന്നത്. അപ്പോൾ ചെന്ന് എന്നെ 6-ാമത്തെ ആളാണ്. അപ്പോൾ എനിക്ക് ഹിന്ദി സംസാരിക്കാൻ അറിയും. അപ്പോൾ എന്നെ വിളിച്ചു, നിങ്ങളെന്താ കണ്ടുപിടിച്ചതെന്ന് ചോദിച്ചു. ഞാനിങ്ങനെ ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ട് കൈകൊണ്ട് നിയന്ത്രിക്കുന്ന കാറാണ് കണ്ടുപിടിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ സിസ്റ്ററിനെ ഞാൻ കൊണ്ടുപോയി ഇതൊക്കെ കാണിച്ചു. അപ്പോൾ നിങ്ങളെങ്ങനെ വന്നത് ചോദിച്ചു. ഞാൻ കേരളത്തിൽ നിന്ന് ഇങ്ങനെ കാർ ഓടിച്ചാൽ വന്നതായിരുന്നു. അപ്പോൾ എന്നെ 3 ഉദ്യോഗസ്ഥന്മാരുണ്ട് ഈ ഡെപ്യൂട്ടേഷനിൽ വന്ന ഈ ടെക്നിക്കൽ. അവർ പറഞ്ഞു ഐ ക്യാൻ ബിലീവ് ഇറ്റ്, നിങ്ങൾ കാർ ഓടിച്ച് വന്നവരെ വിശ്വസിക്കാൻ പറ്റുക. ഞാൻ പറഞ്ഞു എൻ്റെ കാർ ഇവിടെ പുറത്തുണ്ടായിരുന്നു. അപ്പോൾ അവർ 3 പേരും എൻ്റെ ഡിസൈൻ കാണുന്നതിന് മുമ്പ് എൻ്റെ കാറ് കാണുന്ന, എൻ്റെ കാർ ഓടിക്കുന്നത് കാണുന്നവർക്ക് നേരെ എൻ്റെ കാറിൻ്റെ അടുത്തേക്ക് വന്നു. അവർ കാറിൽ ഇരുന്നു. ഞാൻ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി. ഇന്ത്യ ഗേറ്റിൻ്റെ അടുത്തായിരുന്നു ഈ ഓഫീസ്. ആ കാറിന് അന്ന് 120 സ്പീഡുള്ളത്. ആ 120 സ്പീഡ് എടുത്തിട്ട് ഞാൻ ഇവരെ വെച്ചിട്ട് ഈ കാർ ഓടിച്ചു. അവർ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയി, ഭയങ്കര സന്തോഷം ഉണ്ടായി അവർക്ക്. തിരിച്ച് നമ്മൾ വന്നു. 2001 ഏറ്റവും നല്ല ഡിസൈനർ എന്നുള്ള അംഗീകാരമാണ് ആ ഡൽഹിയിൽ നിന്ന് കിട്ടുന്നത്. അന്ന് ഞാൻ കേരള ഹൗസിൽ വന്ന് താമസിച്ചപ്പോൾ ആരും എന്നെ മൈൻഡ് ചെയ്യുന്നില്ല. ഒരു മലയാളി വന്ന കൂടെ ഒരു ഭിന്നശേഷിക്കാരൻ, അന്ന് വികലാംഗർ എന്നാ പറയാം, ഇന്നിപ്പോൾ വികലാംഗർ എന്ന് പറയുന്നത് ഡിഫറെൻ്റ്ലി ഏബിൾഡ് പേഷ്യൻ്റ് എന്നാ പറയാം. അപ്പോൾ അത് ആരും മൈൻഡ് ചെയ്തില്ല. തിരിച്ച് ഞാൻ വരുമ്പോൾ എൻ്റെ കൂടെ അന്നത്തെ ഹിന്ദു, ഇന്ത്യൻ എക്സ്പ്രസ്, BBC, NTTV എല്ലാ ചാനലും എൻ്റെ കൂടെ വരികയാണ്. കേരള ഹൗസിൻ്റെ മുന്നിലിരുന്നു എൻ്റെ ഇൻ്റർവ്യൂ എടുക്കുകയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് എൻ്റെ വിദ്യാഭ്യാസം ഒരു 9-ാം ക്ലാസ്സാണ്. എനിക്ക് ആകെ എൻ്റെ അടുത്തുള്ള, ഞാൻ കുറച്ച് ഗൾഫിൽ പോയിട്ട് കുറച്ച് ഹിന്ദി സംസാരിക്കും, കുറച്ച് ഇംഗ്ലീഷും സംസാരിക്കും, പിന്നെ അറബി, ഇങ്ങനെയുള്ള 3-4 ലാംഗ്വേജ്, ഉറുദു അങ്ങനെയുള്ള ലാംഗ്വേജൊക്കെ സംസാരിക്കും. അപ്പോൾ ഞാൻ ഹിന്ദിയിൽ ഞാൻ കണ്ടുപിടിച്ച ഡിസൈനും കാര്യങ്ങളും ഞാൻ നന്നായിട്ട് സംസാരിച്ചു. പിറ്റത്തെ പേപ്പറിൽ അന്നത്തെ ഹിന്ദു, ഇന്ത്യൻ എക്സ്പ്രസ്, മലയാളം ചാനലായ ഏഷ്യാനെറ്റ്, സൂര്യ എല്ലാ ചാനലിലും നമ്മൾ ഫ്രണ്ട് പേജിൽ നമ്മൾ റിപ്പോർട്ട് വന്നു. ഒരു ദിവസം കൊണ്ട് ഈ കോഡൂർ പഞ്ചായത്തിലെ ഈ വില്ലേജിലുള്ള ഒരു വ്യക്തി ഒരു ദിവസം കൊണ്ട് നാഷണൽ ലെവലിൽ അറിയപ്പെടുകയാണ്. ഇതിന് മനസ്സിലാക്കേണ്ടത് എന്താ പറയുക, ഞാൻ അന്ന് റിസ്ക് എടുത്ത് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് നാഷണൽ ലെവലിൽ അറിയപ്പെടാൻ പറ്റില്ല. ജീവിതത്തിൽ റിസ്ക് വേണം, കോൺഫിഡൻസ് വേണം, ആത്മവിശ്വാസം വേണം. എനിക്കുണ്ടായിരുന്ന മുതൽക്കൂട്ട് അത് മാത്രമാണ്. കഴിക്കുന്ന മരുന്ന് മാറ്റി വെച്ചുകൊണ്ട് ആ കാലഘട്ടത്തിൽ ഈ ഡിസൈനിന് വേണ്ടി 1 ലക്ഷം രൂപ, അന്നത്തെ 1 ലക്ഷം എന്ന് പറഞ്ഞാൽ വലിയ, ഇന്നത്തെ 1 കോടിയാണ് എനിക്ക്. അങ്ങനെ കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഡിസൈൻ ഒരു ലക്ഷ്യത്തിലെത്തണം എന്നുള്ള ഒരൊറ്റത്. ആ ലക്ഷ്യത്തിൽ എത്താണ്ടായ ഒരു കാരണം എന്താ വെച്ചാൽ, ഒരു ടൈമിൽ ഞാൻ ഈ സ്കൂട്ടറിൽ യാത്ര ചെയ്തപ്പോൾ എൻ്റെ 2 കാലും കെട്ടിട്ടിട്ടാണ് ഞാൻ പോവുക. ഈ കെട്ടഴിഞ്ഞ് റോട്ടിലൂടെ വലിഞ്ഞു പോയി.
എൻ്റെ അരൻ്റെ താഴോട്ട് മുറിഞ്ഞു പോയാൽ പോലും ഞാൻ അറിയില്ല, എനിക്ക് സൺശേഷമല്ല. വീട്ടിൽ വന്നപ്പോൾ എൻ്റെ സോക്സ് നിരങ്ങി അതെല്ലാം പോയിട്ട് രക്തം കാലിൽ നിന്ന് വാർന്ന് വരികയാണ്. ഇത് കണ്ടപ്പോൾ എൻ്റെ ജീവിതം ഇനി എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല ഈ അവസ്ഥയിൽ എന്ന് വിചാരിച്ചിട്ടാണ് കാറിൻ്റെ ഡിസൈനിലേക്ക് എത്തുന്നത്. ഇത് എത്തി ഡൽഹി യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ധാരാളം ആളുകൾ എന്നെ സമീപിച്ചു. ആദ്യമായിട്ട് എനിക്ക് ഒറീസിൽ നിന്നാണ് ഓർഡർ വരുന്നത്. ഒറീസിൽ നിന്ന് ഒരു കട്ടുവ എന്ന് പറഞ്ഞ ഒരാളും ഒരു പത്രം എന്ന് പറഞ്ഞ ഒരാളും നബാർഡിൻ്റെ അസിസ്റ്റന്റ് മാനേജർമാർ, അവർക്ക് കാർ ഡിസൈൻ ചെയ്യണം. ആ ഒറീസിയിൽ എത്താൻ കാരണം എന്താ വെച്ചാൽ അന്നത്തെ ഔട്ട്ലുക്ക് മാഗസിനിൽ മേക്കിംഗ് എ ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു ഫീച്ചർ വന്നു, എൻ്റെ ടെലിഫോൺ നമ്പർ അടക്കം. അങ്ങനെയാണ് ഒറീസിയിൽ നിന്ന് ആദ്യമായിട്ട് ഞാൻ ഡിസൈൻ ചെയ്യുന്ന ഒറീസിയിലേക്കാണ് 2 കാറുകൾ. അതൊരു വേറൊരാൾ വർക്ക്ഷോപ്പിൽ വെച്ചിട്ടാണ് ചെയ്തിരുന്നത്. അതിനുശേഷം ഞാൻ കോഡൂര് പെർഫെക്റ്റ് വെഹിക്കിൾ കെയർ എന്ന് പറഞ്ഞ ഒരു ഡിസൈൻ ഞാൻ ഡെവലപ്പ് ഒരു വർക്ക്ഷോപ്പ് തുടങ്ങി. ഇന്ന് 2350 പരം കാറുകൾ ഞാൻ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. എത്രത്തോളം എന്ന് വെച്ചാൽ ആധുനിക ടെക്നോളജി യൂസ് ചെയ്തിട്ട് ഒരു പ്രജിത്തിലാർ എന്ന് പറഞ്ഞ ഒരു IT എഞ്ചിനീയർക്ക് ഇവിടെ കോഴിക്കോടുള്ള പുള്ളിയുടെ സാധാരണ എൻ്റെ അടുത്ത് വരല് ക്വാർട്ടർ PG ആണ്, അല്ല പര PG ആണ്, അരൻ്റെ താഴോട്ടുള്ള ആളുകളായിരുന്നു വരുന്നത്. ഈ പ്രജിത്തിലാലിന് ക്വാർട്ടർ PG ഇവിടെയാണ് അപകടം പറ്റിയിട്ടുള്ളത്. പുള്ളിയുടെ കൈ ഇങ്ങനെ റിസ്റ്റ് ഇങ്ങനെ ഇളകുള്ളൂ, ഫിംഗർ ഇളകൂല. ഇങ്ങനെ പുള്ളി എൻ്റെ അടുത്ത് വന്നിട്ട് 2016 എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ എനിക്ക് പുസ്തകമൊക്കെ കാർ ഓടിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു, എങ്ങനെ പ്രജിത്തൻ നിങ്ങൾക്ക് കാർ ഓടിക്കാൻ സാധിക്കില്ലല്ലോ, നിങ്ങളെ കൈയിൻ്റെ ഫിംഗർ വർക്കാവില്ലല്ലോ. അല്ല, നിങ്ങൾ ട്രൈ ചെയ്യ്. പുള്ളി തൃശ്ശൂരിൽ നിന്ന് വരുമ്പോൾ IT എഞ്ചിനീയറായിരുന്നു. തൃശ്ശൂരിൽ നിന്ന് വരുമ്പോൾ ചെങ്കുവട്ടിയിൽ വെച്ചിട്ട് റോഡ് അപകടം ഉണ്ടായത്, കാറ് മറിഞ്ഞിട്ടാണ് ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളത്. അങ്ങനെ ആദ്യമായിട്ട് ഞാനൊരു ഫിംഗർ ടച്ചിനെ പറ്റി ഈ വ്യക്തിയുടെ താല്പര്യം കണ്ടിട്ട് ഫിംഗർ ടച്ചിനെ പറ്റി ഡെവലപ്പ് തുടങ്ങാൻ. അങ്ങനെ 2016 അദ്ദേഹം ഒരു സെലാരിയോ എന്ന് പറഞ്ഞ ഓട്ടോമാറ്റിക് കാർ കൊടുന്നു. ഈ കാറിൽ സ്റ്റാർട്ട് ചെയ്യാനുള്ള പവർ ഈ ഫിംഗറിനില്ല. അതൊരു ബട്ടൺ സ്റ്റാർട്ടറാക്കി ആദ്യം ഈ കാറിനെ. സിമ്പിളായിട്ട് ഇതിൻ്റെ ശരീരത്തിൻ്റെ കൈ എവിടെയെങ്കിലും സ്പർശിച്ചാൽ അവിടെ പ്രസ് ചെയ്താൽ ബട്ടൺ സ്റ്റാർട്ടറായി. രണ്ടാമത് പുള്ളിക്ക് സ്റ്റാരിങ്ങിനെ പിടിക്കാൻ കഴിയൂല. അതിനൊരു ടെക്നോളജി കണ്ടെത്തി. ഒരു ക്ലാമ്പ് സ്റ്റാരിങ്ങിൻ്റെ മുകളിലിട്ടിട്ട് ഇങ്ങനെ കയ്യിനെ ഇങ്ങനെ കുടുക്കിയിട്ട് ഇങ്ങനെ സ്റ്റാരിങ്ങിനെ റൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് കൊടുന്നു സ്റ്റാരിങ്. മൂന്നാമത് ഇദ്ദേഹത്തിന് ആക്സിലേറ്ററും ബ്രേക്കും ചെയ്യണം. ഈ ആക്സിലേറ്ററും ബ്രേക്കും ചെയ്യാൻ ഒരു പ്രത്യേക സിസ്റ്റം ഡെവലപ്പ് ചെയ്ത് കൊടുത്തിട്ട് ആ സിസ്റ്റം കയ്യിൽ ടിൽട്ടാക്കി കൊടുത്തു, ബെൽറ്റിട്ട് ടിൽട്ടാക്കി കൊടുക്കും. അപ്പോൾ സോളറിനെ ഇങ്ങോട്ട് വലിക്കുമ്പോൾ ആക്സിലേറ്ററും മുന്നോട്ട് നീക്കുമ്പോൾ ബ്രേക്കും. അതും സക്സസ് ആയി. ചട്ടിപ്പറമ്പിൽ നിന്ന് ചാപ്പനങ്ങാടി വരെ ഇദ്ദേഹത്തിനെ ഡ്രൈവറിംഗ് സീറ്റിൽ ഇരുത്തിയിട്ട് വണ്ടി ഓടിപ്പിച്ചു. അദ്ദേഹത്തിന് സങ്കടം കണ്ണ് നിറയാണ്. കാരണം എന്താ വെച്ചാൽ ജീവിതത്തിൽ ഒരിക്കലും ഈ ഒരു അവസ്ഥയിൽ കാർ ഓടിക്കുന്നത് അദ്ദേഹത്തിന് അറിയില്ല. അങ്ങനെ കാർ ഓടിപ്പിച്ചു എന്നല്ല, അദ്ദേഹം 2001 ഞാൻ ഡൽഹി പോയിട്ടുണ്ടെങ്കിൽ 2018 ഇന്ത്യൻ രാഷ്ട്രപതിനെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഈ കാർ ഓട്ടി അദ്ദേഹം ഡൽഹിയിൽ പോയി. ഈ ഡൽഹിയിൽ പോയിട്ട് ഇദ്ദേഹത്തിന് വേൾഡ് വൈഡ് ഇയാൾ അറിയപ്പെട്ടു. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഇത്തരം ആളുകളെ ഒരു അംബാസഡറും കൂടിയായി അദ്ദേഹം. അപ്പോൾ അദ്ദേഹം ഓരോ ഇൻ്റർവ്യൂവിലും പറയും, ഇതിൻ്റെ പിന്നിൽ ഒരു വ്യക്തിയുണ്ട്, അത് മലപ്പുറത്തുള്ള മുസ്തഫ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണെന്ന് പറയും. അത് നമ്മൾ കേൾക്കുമ്പോൾ വലിയ സന്തോഷം. എല്ലാ ഇൻ്റർവ്യൂവിലും ഓരോ ഇതിലും നമ്മൾ വന്ന വഴി മറക്കൂല എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ നമ്മൾക്കത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം. ഇന്ന് ന്യൂനത ഡിസൈനുകൾ അതാണ്. 2016 എനിക്ക് ഈ ഡിസൈനിന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും ബെസ്റ്റ് ഡിസൈനറിനുള്ള അംഗീകാരം കൂടി തരുന്നത്. ഈ അംഗീകാരം നിങ്ങൾ ഇപ്പോൾ പഠിക്കുന്ന കുട്ടികളായതുകൊണ്ട് പറയാം, ഞാൻ ഇതെനിക്ക് എൻ്റെ ഈ കാർ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ARI ഓട്ടോമൊബൈൽ ഇന്ത്യ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് അംഗീകാരം വേണം. എനിക്ക് സംസ്ഥാന സർക്കാരിൻ്റെ അപ്രൂവൽ ഉണ്ട്. ഈ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അപ്രൂവലും കൂടി ഈ ഡിസൈനിന് വേണം. അങ്ങനെ ARI ഓട്ടോമൊബൈൽ ഇന്ത്യ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പറഞ്ഞാൽ പൂനെയിലെ വലിയൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഇവിടെ പോയിട്ട് എക്സാം എഴുതി എക്സാം നമ്മൾ ജയിക്കണം. അപ്പോൾ ഞാൻ ആദ്യം ഒരു എക്സാം എഴുതി, ആദ്യത്തെ എക്സാം പരാജയപ്പെട്ടു. രണ്ടാമതും എക്സാം എഴുതി, രണ്ടാമതും പരാജയപ്പെട്ടു. മൂന്നാമത്തെ എക്സാമിൻ്റെ ടൈം ആയപ്പോൾ എനിക്ക് എൻ്റെ സർവൈക്കൽ സ്പോണ്ടിലൈസിസ് എന്ന് പറഞ്ഞ കൗത്തിനൊരു തേയ്മാനം വന്നു. ഞാനിങ്ങനെ ആ ടൈമിൽ ഞാൻ 7 ലക്ഷത്തോളം കിലോമീറ്റർ കാർ ഓടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കൗത്തിന് തേയ്മാനം വന്നുമ്പോൾ എൻ്റെ കൈകൾക്കൊക്കെ ബലം നഷ്ടപ്പെട്ടു, ഇപ്പോഴും ബലമില്ല. അങ്ങനെ ഒരു വലിയ സർജറി കോയമ്പത്തൂർ വെച്ചിട്ട്, ആദ്യം എൻ്റെ സർജറി ഫുള്ള് ബാക്ക് നെട്ടലിനായിരുന്നു ചെയ്തത്. അതിനുശേഷം കൗത്തിന് ഇവിടെ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ ഇപ്പോൾ ക്ലിപ്പിട്ടു. ഇപ്പോൾ ഈ ഇരിക്കുന്ന ശരീരത്തിൽ ഫുള്ള് ബോഡിയിൽ ക്ലിപ്പാണ്.
അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ എനിക്ക് പൂനെയിൽ പോകാൻ സാധിക്കാത്തതുകൊണ്ട് ആ എക്സാം അതിൻ്റെ പൂനെ ഡയറക്ടർക്ക് എഴുതിയിട്ട് അവർ കേരളത്തിൽ വന്നു ഈ എക്സാം ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ കേരളത്തിൽ വെച്ചിട്ട് അന്ന് കേരളത്തിലെ എല്ലാ ആർ.ടി ഓഫീസിലെ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരുണ്ടായിരുന്നു, തമിഴ്നാട് കർണാടക വെഹിക്കിൾ ഇൻസ്പെക്ടർമാരുണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ വെച്ചിട്ട് ഈ ഇൻ്റർവ്യൂ കഴിഞ്ഞു അവർ 3 ദിവസം കൊണ്ട് ഇതിൻ്റെ റിസൾട്ട് തരാമെന്ന് പറഞ്ഞു. 2 വട്ടം പരീക്ഷ തോറ്റ് 3ാമത്തെ എക്സാം എഴുതുന്നത്. അപ്പോൾ എവിടെയൊക്കെ മുതൽക്കൂട്ടം എന്താ വെച്ചാൽ നമ്മളെ മാതൃഭാഷയായ ഹിന്ദിയാണ്. ഹിന്ദി അത്രയും എൻ്റെ ജീവിതത്തിൽ ഗുണം ചെയ്തിട്ടുണ്ട്. അങ്ങനെ 3ാമത്തെ എക്സാം 6 ദിവസം കഴിഞ്ഞ് ARI അപ്രൂവൽ സർട്ടിഫിക്കറ്റ് വരികയാണ്. ഇന്ത്യയിൽ തന്നെ 8 കമ്പനിയുടെ 54 തരം കാറുകൾ ചെയ്യാനുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ അപ്രൂവലാണ് ലഭിച്ചത്. ഇന്ന് അഭിമാനത്തോടു കൂടി ഞാൻ പറയാണ്, 12 ഡിസൈനർമാരാണ് ഇന്ത്യയിലുള്ളത്. കേരളത്തിൽ 2 പേരുള്ള അതിലൊരു വ്യക്തിയാണ് ഞാൻ. ഇവിടെ ഇരുന്നു കൊണ്ട് ഡൽഹിക്ക് എനിക്കൊരു കാർ ഡിസൈൻ ചെയ്ത് സർട്ടിഫൈ ചെയ്യാൻ കഴിയും. അപ്പോൾ എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഡിസൈൻ എന്ന് പറഞ്ഞാൽ വൈകല്യത്തിൻ്റെ രൂപം അനുസരിച്ചാണ് ഡിസൈൻ. ഇപ്പോൾ പൊക്കം കുറഞ്ഞ നമ്മൾ അശ്വിൻ്റെ മാതിരിയുള്ള ആളുകൾക്കൊക്കെ UK ടെക്നോളജിയാണ് ചെയ്യുന്നത്. ഒരു പ്രസ് ബട്ടൺ അമർത്തി അവർക്ക് ഹൈറ്റിനുള്ള സിസ്റ്റം ഇറങ്ങി വരും. അപ്പോൾ അവർക്ക് ഹൈറ്റ് കുറവാണെങ്കിലും അത്തരത്തിലുള്ള ഉണ്ടപ്പക്രൂൻ്റെ ഒക്കെ മാതിരിയുള്ള ആളുകൾ നമ്മൾ ധാരാളം ഡിസൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ കൈകൾ, നേരത്തെ ക്വാർട്ടർ PG പറഞ്ഞു, കൈ നഷ്ടപ്പെട്ട ആളുകൾക്ക് 12-13 ടൈപ്പ് ഡിസൈന് വ്യക്തികളെ വൈകല്യം അനുസരിച്ച് നമുക്ക് ഡിസൈൻ ചെയ്ത് നമ്മൾ സർട്ടിഫൈ ചെയ്താൽ അതായത് RTOമാർ അതിനുള്ള ഓടിക്കാനുള്ള അപ്രൂവൽ കൊടുക്കും. പിന്നെ ധാരാളം ആനുകൂല്യങ്ങളുണ്ട്. ഇത്തരം മേഖലയിൽ ഇപ്പോൾ ഇതിങ്ങനെ പ്രവർത്തിക്കുന്നത് കൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിഞ്ഞു. ജീവിതത്തിൽ റിസ്ക് എടുത്തതുകൊണ്ടാണ്. ഞാനിപ്പോൾ എൻ്റെ വളർച്ചയും എൻ്റെ പുരോഗമനം പറയുമ്പോൾ എന്തുകൊണ്ടത് ഈ വേദിയിൽ പറയുന്നത് വെച്ചാൽ നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ്, നിങ്ങളത് മനസ്സിലാക്കാൻ, നിങ്ങളെ മൈന്യൂട്ടായിട്ടുള്ള ഒരു മോട്ടിവേഷൻ ഉണ്ടല്ലോ, ആ ഒരു എന്തെങ്കിലും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ള ഒരു കാഴ്ചപ്പാട്, അതിൽ നിന്ന് നിങ്ങൾ മാറണം. പലതും കഴിയും, പലതിനുള്ള കഴിവുണ്ട്. കാരണം വൈദ്യശാസ്ത്രം 95% പൂർണ്ണ വൈകല്യമുള്ള ഒരു വ്യക്തിയായിട്ട് എന്നെ ഇതാക്കിയിട്ടും ഞാൻ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നു. ഇത് മാത്രമല്ല, എനിക്ക് 360 പരം ഔഷധ സസ്യങ്ങളെ ഞാൻ സംരക്ഷിക്കുന്നുണ്ട്. ചട്ടിപ്പറമ്പ് ചേങ്ങോട്ടൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത്. അവിടെ ധാരാളം ഭിന്നശേഷിക്കാർക്ക്, അവിടെ ധാരാളം കുട്ടികളെ VHSC വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ക്ലാസ് പഠിപ്പിക്കുന്നുണ്ട്. അതുകൂടാതെ ഭിന്നശേഷിക്കാരെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ധാരാളം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഒരു റീഹാബിറ്റേഷൻ സെൻറ്റർ ജില്ലാ പഞ്ചായത്തിൻ്റെ സഹായത്തോട് കൂടിയിട്ട് ജനുവരിയിൽ ഓപ്പൺ ആകാൻ നിൽക്കുകയാണ്. 20 പേർക്ക് അഡ്മിറ്റ് ഉള്ള ഒരു റീഹാബിറ്റേഷൻ സെൻറ്റർ തുടങ്ങാൻ അതിൽ ഞാൻ മുൻകൈ എടുത്തിട്ട് എനിക്ക് ഒരു TV പ്രോഗ്രാമിൽ നിന്ന് കിട്ടിയ പൈസ എനിക്ക് ഡൊണേഷൻ വെച്ചുകൊണ്ടാണ് ഞാൻ ചെയ്തത്. അപ്പോൾ ഇത്തരം ധാരാളം കാര്യങ്ങൾ, കൃഷി ധാരാളം ചെയ്യുന്നുണ്ട്. 140 പരം ഫ്രൂട്ട്സ് തൈകളുള്ള ഫ്രൂട്ട്സ് കൃഷി ചെയ്യുന്നുണ്ട്. ഒരു ഫ്രൂട്ട്സ് ഫാം ഉണ്ട്. ഏതൊരു ടൈമിലും എൻ്റെ വീട്ടിൽ ഞാൻ ഭക്ഷണം കഴിക്കുമ്പോൾ എൻ്റെ വീട്ടിൽ ഞാൻ സ്വന്തമായി കൃഷി ചെയ്ത ഭക്ഷണമാണ് കഴിക്കുന്നത്. അധിക ഭക്ഷണങ്ങളും എല്ലാ തരം ഫ്രൂട്ട്സുകളും ഉണ്ട്. അപ്പം നിങ്ങൾക്ക് പലതിനും സാധിക്കും, നിങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ട്. ഞാൻ എൻ്റെ ജീവചരിത്രം മുഴുവൻ ഈ അനുഭവം പറയാൻ പറ്റില്ല. എൻ്റെ സുഹൃത്തുക്കൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. 20 മിനിറ്റാണ് ഒരാൾക്ക് അനുവദിച്ച സമയം. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. ഇത്രയും പ്രയാസപ്പെട്ട് ഞാൻ ഇന്നും എൻ്റെ ശരീരത്തിന് നല്ല സുഖമില്ല, എന്നിട്ട് ഞാൻ ഇവിടെ വന്ന് ഇത്രയും കാര്യം നിങ്ങളോട് സംസാരിച്ചത്, അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് എന്തെങ്കിലും എൻ്റെ വായിൽ നിന്ന് വന്നൊരു വാക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് അടർത്തിയെടുക്കാൻ കഴിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മുതൽക്കൂട്ടായിരിക്കും. അത് നിങ്ങൾക്ക് ഭാവിയിൽ ഗുണം ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്.